എല്ലാവർക്കും നമസ്കാരം. 2021 യൂണിയൻ ഫിനാൻസ് ബില്ലിലെ GSTയുമായി ബന്ധപ്പെട്ട പ്രൊസീജറൽ ചേഞ്ചസ്, അതായത് മേജറായിട്ടുള്ള ചില അമെൻമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റൂൾ 86B എന്നൊരു പുതിയ റൂൾ ഇൻസേർട്ട് ചെയ്തു എന്നതാണ്. ഈ റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് 100% യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ റൂൾ 86Bയിൽ പറയുന്നത് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സിൻ്റെ 99% മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, ബാക്കി 1% കമ്പൾസറി ആയിട്ട് അടയ്ക്കണം. ഇത് എല്ലാവരെ സംബന്ധിച്ചും ബാധകമല്ല. അതായത് ഒരു ഡീലറെ സംബന്ധിച്ച് അയാളുടെ പ്രതിമാസ ടാക്സബിൾ സപ്ലൈ 50 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആവുന്ന ആളുകളെ സംബന്ധിച്ച്, ടാക്സബിൾ സപ്ലൈ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നോൺ ടാക്സബിൾ സപ്ലൈയും ടാക്സബിൾ സപ്ലൈയും കൂടിയ എമൗണ്ട് അല്ല 50 lakhs ഉദ്ദേശിക്കുന്നത്. ടാക്സബിൾ സപ്ലൈ മാത്രം 50 lakhs പ്രതിമാസം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു അസസിയെ സംബന്ധിച്ച് അവരുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ 99% മാത്രമേ അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി 1% കമ്പൾസറി ആയിട്ട് അടയ്ക്കണം. അതായത് കമ്പൾസറി റെമിറ്റൻസ് ഓഫ് ക്യാഷ് ടുവേർഡ്സ് ടാക്സ് എന്നാണ് ഈ റൂൾ 86B കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കത്തിൽ നിങ്ങളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ എത്ര എമൗണ്ട് അവൈലബിൾ ആണെങ്കിലും നിങ്ങളുടെ പ്രതിമാസ ടാക്സബിൾ സപ്ലൈ 50 ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ടോട്ടൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ 1% ക്യാഷായിട്ട് അടയ്ക്കേണ്ടി വരും. ഒറ്റയടിക്ക് കേട്ട് കഴിഞ്ഞാൽ ഇത് ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു അമെൻമെൻ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമത്തിൽ വന്നിട്ടുള്ള ഒരു അമെൻമെൻറ്റ് എന്നതനുസരിച്ച് മിക്കവാറും എല്ലാവരും ഇത് അനുസരിക്കേണ്ടി വരും. പല കോടതികളിലും, ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും ഒരുപക്ഷെ നാളെ ഇത് ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയുടെ 1% നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. പക്ഷേ ചില പ്രത്യേക വ്യക്തികളെ സംബന്ധിച്ച് ഇതിന് എക്സംഷൻസ് പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടറോ അതല്ലെങ്കിൽ ഇൻഡിവിജ്വലോ കഴിഞ്ഞ 2 വർഷം 1 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ടാക്സ് അടച്ച ആളുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ റൂൾ ആപ്ലിക്കബിൾ അല്ല. ഒന്ന്. രണ്ടാമത്, ഏതെങ്കിലും ഒരു കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ 1 ലക്ഷം രൂപയിൽ കൂടുതൽ നോൺ ടാക്സബിൾ സപ്ലൈ നടത്തി റീഫണ്ട് വാങ്ങിച്ച ഒരാളുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ഇല്ല. അതേപോലെ തന്നെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ എക്സസ് ആയിട്ട് 1 lakh rupeesൽ കൂടുതൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ റീഫണ്ട് വാങ്ങിച്ച ഒരാളെ സംബന്ധിച്ചും ഈ റൂൾ 86B ബാധകമല്ല. അതേപോലെ ഗവൺമെൻറ് അണ്ടർടേക്കിംഗ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, ഗവൺമെൻറ് കമ്പനീസ് തുടങ്ങിയവർക്കും ഈ റൂൾ 86B ബാധകമല്ല. അതുകൊണ്ട് എല്ലാ വ്യാപാരികളും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഈ ഒരു പർട്ടിക്കുലർ മന്തിലെ ടാക്സബിൾ സപ്ലൈ 50 ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഇലക്ട്രോണിക് ലെഡ്ജറിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് 99% മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ബാക്കി 1% നിർബന്ധമായിട്ടും ക്യാഷ് ആയിട്ട് അടയ്ക്കേണ്ടതാണ്. പുതിയൊരു പ്രൊവിഷനിൽ പറയുന്നത് ഈ റൂൾ 86Bയുടെ വോയിലേഷൻ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ വരെ വഴിവെച്ചേക്കാം എന്നതാണ്. പിന്നെ രണ്ടാമതായിട്ടുള്ളൊരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ്. രജിസ്ട്രേഷനിൽ ആധാർ ഓതൻറ്റിക്കേഷൻ എന്ന ഒരു പുതിയ സ്കീം കൊണ്ടുവന്നു. ഇത് പ്രകാരം ആധാർ ഓതൻറ്റിക്കേഷൻ നടത്തിയ കേസുകളിൽ ഫോട്ടോ ഉൾപ്പെടെ ആധാർ ഓതൻറ്റിക്കേഷൻ നടത്തി അപ്ലോഡ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഇല്ലാതെ തന്നെ രജിസ്ട്രേഷൻ അനുവദിക്കാവുന്നതാണ്. ഇത്തരം ഘട്ടത്തിൽ പറയുന്നത് ആപ്ലിക്കേഷൻ നടത്തി ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ആപ്ലിക്കേഷൻ എലോങ് വിത്ത് പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്ത ഒരു ഘട്ടത്തിൽ വിത്തിൻ 3 days ഓഫീസർക്ക് എന്ത് ചെയ്യണം? രജിസ്ട്രേഷൻ അനുവദിക്കണം. അഥവാ രജിസ്ട്രേഷൻ അനുവദിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സാഹചര്യം ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണെങ്കിൽ പ്രോപ്പർ ഓഫീസർ തീർച്ചയായിട്ടും 3 ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് രജിസ്ട്രേഷൻ അനുവദിക്കാൻ സാധിക്കില്ല എന്നുള്ള വിവരം അപ്ലിക്കൻറ്റിനെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ഇതേപോലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ മറ്റൊരു കാര്യം എന്നുള്ളത് രജിസ്ട്രേഷൻ ക്യാൻസലേഷനാണ്. രജിസ്ട്രേഷൻ ക്യാൻസലേഷന് റൂൾ 21ൽ പറയുന്നതെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ ചെയ്യാനുള്ള കണ്ടീഷൻസ് ഒന്ന്, റൂൾ 86Bയുടെ വോയിലേഷൻ്റെ കേസിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ സപ്ലൈ നടത്തി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാത്തൊരു ഘട്ടത്തിൽ, സപ്ലൈ നടത്തി പക്ഷേ ഇൻവോയ്സ് ഓർ ബില്ല് ഇഷ്യൂ ചെയ്യാത്തൊരു ഘട്ടത്തിൽ വേണമെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ ഒരു രജിസ്ട്രേഷൻ നടത്തി രജിസ്ട്രേഷൻ ഒരു പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് കാണിച്ച് രജിസ്ട്രേഷൻ നടത്തി ആ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ്സിൽ നിങ്ങൾ ബിസിനസ് കണ്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു റീസണും പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അധികാരം പറയുന്നുണ്ട്.
അതേപോലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഈ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടും രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ വിത്തൗട്ട് നോട്ടീസ്, അതേപോലെ തന്നെ വിത്തൗട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹേർഡ് വേണമെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാധനമാണ്. കാരണം നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഒരു വയലേഷനാണ്. കാരണം വെച്ചാൽ ഒരു കക്ഷിയെ സംബന്ധിച്ച് അയാളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത് അയാളുടെ സമ്മതത്തോടു കൂടി അല്ലാണ്ട്, അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നാളെ മുതൽ ക്യാൻസൽ ചെയ്യുന്നു, നിങ്ങൾക്കൊരു പ്രോപ്പർ നോട്ടീസ് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയോ തരാണ്ട് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു അധികാരം ഓഫീസർക്ക് കൊടുക്കുന്നതാണ് റൂൾ 21 പുതിയ റൂൾ പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളതാണ്, നാച്ചുറൽ ജസ്റ്റിസിന് എഗൻസ്റ്റ് ആയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു റൂൾ തന്നെയാണ്. ഇതാണ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടും ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അമെൻമെൻറ്റ്. അടുത്തത് റീഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു അമെൻമെൻറ്റാണ്. ഇതിൽ സബ് റൂൾ 3A ഓഫ് റൂൾ 21 പറയുന്നത് നോ റീഫണ്ട് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് സസ്പെൻഷൻ ഓഫ് രജിസ്ട്രേഷൻ ആണെന്നാണ്. അതായത് രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ട കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് റീഫണ്ട് കിട്ടാൻ യാതൊരു വിധത്തിലുള്ള പ്രൊവിഷനുമില്ല. അപ്പോൾ ഈ റൂൾ പ്രകാരം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റീഫണ്ട് രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്ത കാലഘട്ടത്തിൽ ഈ റീഫണ്ട് അനുവദിക്കുന്നതല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതി വന്നിട്ടുള്ള റൂൾ 36(4)ലാണ്. റൂൾ 36(4) എന്താണെന്നറിയാം. അതായത് നിങ്ങളുടെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സിന് പുറമേ 2Aയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സിൻ്റെ 10% നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് അവൈൽ ചെയ്യാനുള്ളൊരു പ്രൊവിഷനായിരുന്നു നിലവിലുണ്ടായിരുന്ന റൂൾ 36(4). അതിൽ ഭേദഗതി വരുത്തിയിട്ട് ആ 10% 5% ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തു. അതായത് നിങ്ങളൊരു പെർട്ടിക്കുലർ മന്തിൽ GSTR 3B റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ GSTR 2Aയിൽ എന്താണോ ക്രെഡിറ്റ് ഉള്ളത് ആ ക്രെഡിറ്റിൻ്റെ 10% മാത്രം എടുക്കാൻ പറ്റിയിരുന്നത് 5% ചുരുക്കി. ഇനി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റിനേക്കാൾ കൂടുതൽ 5% മാത്രമേ അവൈൽ ചെയ്യാൻ പറ്റൂ. ഇത് ഒരു പ്രധാനപ്പെട്ട ഭേദഗതി തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഭേദഗതി വന്നിട്ടുള്ളത് റൂൾ 59(4)ലാണ്. അതായത് 59(4)ൽ പറയുന്നത് നിങ്ങൾ 2 കോൺസിക്യൂട്ടീവ് റിട്ടേൺ പീരിയഡ്സിൽ 3B ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ തുടർന്ന് നിങ്ങൾക്ക് GSTR 1 ഫയൽ ചെയ്യാൻ സാധിക്കില്ല. അതായത് തുടർച്ചയായ 2 മാസങ്ങളിൽ GSTR 3B ഫയൽ ചെയ്യാത്ത ഒരാളുകളെ സംബന്ധിച്ച് തുടർന്ന് GSTR 1 ഫയൽ ചെയ്യാൻ സാധിക്കില്ലെന്നർത്ഥം. ഇതുവരെ ചെയ്തിരുന്നത് GSTR 3B ഫയൽ ചെയ്യുമ്പോൾ പണം അടയ്ക്കണം എന്നുള്ളതുകൊണ്ട് പല ആളുകളും GSTR 3B ഫയൽ ചെയ്യുന്നത് നിർത്തിയിട്ട് GSTR 1, അതായത് റിട്ടേൺ ഡീഫോൾട്ട് വരണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി GSTR 1 ഫയൽ ചെയ്യും. GSTR 1 12 മാസം, 1 കൊല്ലം 1.5 കൊല്ലമൊക്കെ വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. 12 മാസത്തേക്ക് തുടർച്ചയായിട്ട് GSTR 1 ഫയൽ ചെയ്യും, ഒരു GSTR 3B പോലും ഫയൽ ചെയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾ 59(4)ലൊരു ഭേദഗതി കൊണ്ടുവന്നത്. നിങ്ങൾ കഴിഞ്ഞ 2 മാസങ്ങളിൽ തുടർച്ചയായി GSTR 3B ഫയൽ ചെയ്യാത്ത ഒരാളാണ് ണെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് GSTR 1 ഫയൽ ചെയ്യാൻ സാധിക്കില്ല. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ഭേദഗതി വന്നിട്ടുള്ളത് E-Way ബില്ലിലാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ E-Way ബിൽ എന്നുണ്ട്, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു E-Way ബിൽ, വാലിഡ് ആയിട്ടുള്ള ഒരു E-Way ബിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം 100 കിലോമീറ്റർ കവർ ചെയ്യാം എന്നാണ്. അത് മാറ്റി അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു E-Way ബിൽ വിത്ത് പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ആണെങ്കിൽ ആ E-Way ബിൽ പ്രകാരം നിങ്ങൾക്ക് 100 കിലോമീറ്റർ എന്ന് 200 കിലോമീറ്റർ ആക്കി ഉയർത്തി. അതായത് 200 കിലോമീറ്റർ കവർ ചെയ്യേണ്ടി വരും ഒരു ദിവസം. ഇതാണ് E-Way ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാനപ്പെട്ട ഭേദഗതി. ഇത്രയൊക്കെയാണ് 2021 ഫിനാൻസ് ബില്ലുമായി ബന്ധപ്പെട്ട് GSTയിൽ വന്നിട്ടുള്ള സുപ്രധാനമായ ചില മാറ്റങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ എല്ലാ പ്രൊസീജിയറൽ ചേഞ്ചസും അതേപോലെ തന്നെ അമെൻമെൻറ്റ്സും തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതാണ്. ഇത്തരം അമെൻമെൻറ്റ്സ് പരിഗണിച്ചിട്ടില്ലെങ്കിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊവിഷൻസിൽ പറയുന്നതിൽ എല്ലാ പ്രൊവിഷൻസിലും പറയുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കമ്പൾസറി ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനാണ്. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ട ഒരു അവസരം തീർച്ചയായിട്ടും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തുടർന്ന് ഒരു പുതിയ വിഷയമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.